അപ്പോൾ അഴിമതി അതൊരാഗോള പ്രതിഭാസമാണ് എന്ന് അടൂർ പ്രകാശിന്റെയും ഉമ്മൻചാണ്ടിയുടെയും നേതാവായ ഇന്ദിരാഗാന്ധി വളരെ മുൻപ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാൽ അഴിമതി എന്നൊരു ആത്യന്തിക സത്യമില്ല. ഉള്ളത് ആരോപണം എന്ന മിഥ്യ മാത്രമാണ്. ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അപമാനിക്കൽ എല്ലാം നടക്കുക. ആദ്യമൊക്കെ അല്പം വിഷമമൊക്കെ തോന്നി. കുറെ കഴിഞ്ഞപ്പോൾ അത് കേൾക്കാതിരുന്നാലേ വിഷമമുള്ളൂ എന്നുള്ള സ്ഥിതിയിലെത്തി. ഗാന്ധിയൻ രാഷ്ട്രീയത്തിന്റെ അകമ്പൊരുൾ അറിയാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഈ വാക്കുകളെ പോലും ഉളുപ്പില്ലായ്മയെന്നോ തൊലിക്കട്ടി എന്നോ എല്ലാം വ്യാഖ്യാനിച്ചു കളയും. ആ മനുഷ്യന്റെ തൊലിക്കട്ടി അത്യപാരമായിരിക്കും, തീർച്ചയായിട്ടും അപാരമായിരിക്കും. ആ തൊലിക്കട്ടി ഉള്ള ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ തീർച്ചയായിട്ടും ആ മൃഗമുണ്ടല്ലോ, തൊലിക്കട്ടിക്ക് പേരുകേട്ട മൃഗം, അതിപ്പോൾ സാഷ്ടാംഗം പ്രണമിക്കുന്നുണ്ടാകും. ഇത്രയും കൂർത്ത കൂരമ്പുകൾ വരുമ്പോഴും പതറാതെ പിടിച്ചു നിൽക്കാൻ ഉമ്മൻചാണ്ടിയെയും കൂട്ടുകാരെയും സഹായിക്കുന്ന ശക്തി ഏതാണ് എന്ന കാര്യം മാത്രം പൊളിമിക്സിന് ഇനിയും പിടികിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് തെറ്റ് ചെയ്തില്ല എന്നുള്ള ആ മനസാക്ഷിയുടെ ശക്തിയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ എല്ലാത്തിലും വലുത് മനസാക്ഷിയായിരിക്കുമല്ലോ. ചിലരൊക്കെ പറയാറുണ്ട് മൂല്യമാണ്, ധാർമ്മികതയാണ് എന്നെല്ലാം. ധാർമ്മികതയ്ക്കപ്പുറമാണ് മനസാക്ഷിയുടെ ശക്തി. സംശയമില്ല, ഉമ്മൻചാണ്ടിയുടെ സമശീർഷൻ തന്നെയാണ് അടൂർ പ്രകാശ്. ഒട്ടും കുറയില്ല. എന്റെ മനസാക്ഷി പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും മനസാക്ഷി പറയുന്നു. ഇത്രമേൽ അടിയുറപ്പുള്ള നേതാക്കളെയാണ് അഴിമതിക്കാരെന്ന മുദ്രകുത്തി VM സുധീരൻ സോണിയാഗാന്ധിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് എന്നോർക്കണം. വെറുതെയല്ല സുധീരന്റെ വാദങ്ങൾ സോണിയാജിയുടെ മുമ്പിൽ ഫലിക്കാതെ പോയത്. അഴിമതിക്കാർക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നേതൃത്വമാണോ സോണിയാഗാന്ധിയും അവരുടെ കൂടെ ഇരിക്കുന്നവരും? അവർ കാണിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? അഴിമതിക്കാർക്കെതിരെ നിലപാടെടുക്കാൻ അവകാശമുള്ള ആരെങ്കിലും കേരള രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ അവരെല്ലാം ഇപ്പോൾ LDF-ലാണല്ലോ. ഇപ്പൊ എന്റെയും അച്യുതാനന്ദന്റെയും താല്പര്യം അഴിമതികൾ പുറത്തു കൊണ്ടുവരികയും അഴിമതിക്കെതിരായി ഫൈറ്റ് ചെയ്യുകയും ചെയ്തായതുകൊണ്ട് അച്യുതാനന്ദനും ഞാനും തമ്മിൽ ചേരുന്നതിൽ ഒരു അപാകതയുമില്ല. എനിക്ക് അഭിമാനമേ ഉള്ളൂ. അച്യുതാനന്ദനും R ബാലകൃഷ്ണപിള്ളയും ചേർന്ന് നടത്തുന്ന ഈ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ പിണറായി വിജയനെ പോലെ പൊളിമിക്സിനും അഭിമാനമേ ഉള്ളൂ. അഴിമതിക്കെതിരെ വേണമെങ്കിൽ പൊരുതാം, എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെ പൊരുതാൻ പൊളിമിക്സ് ഇല്ല. കാരണം അദ്ദേഹം വെറും കൈയോടെയല്ല മറുപക്ഷത്ത് നിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അനുയായികളുടെ മനസ്സിലുള്ള ചിത്രം എങ്ങനെയാണെന്ന് നോക്കൂ. 76 ലക്ഷത്തോളം വരുന്ന നിർമ്മാണ തൊഴിലാളി കുടുംബങ്ങളെ കരുണയോടെ സംരക്ഷിക്കുകയും സ്വാതന്ത്ര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി KKNDCയുടെ സംസ്ഥാന ഭാരവാഹികളായ KP തമ്പിക്കണ്ണാടൻ, ജോസ് കപ്പിത്താൻപറമ്പിൽ, ജനൻ മൈക്കിൾ, ശ്രീ പള്ളിപ്പാടൻ തുടങ്ങിയ നേതാക്കന്മാർ ചേർന്ന് ഒരു ഉപകാരം സമർപ്പിക്കുന്നു. ഭരണം UDF ഭരണം തുടർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ശക്തമായ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഉപകാരം. ഇതൊന്നും നമുക്ക് പറ്റിയതല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് വേണ്ട ആയുധങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന്റെ കാലാൾപ്പടക്കല്ലേ അറിയൂ. അതുപോട്ടെ, തിരഞ്ഞെടുപ്പാണല്ലോ. നിയമസഭയിൽ നിന്ന് ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും എങ്ങനെയാണ് പിരിഞ്ഞത് എന്നും അറിയണമല്ലോ. ഇനിയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഞങ്ങൾ ജയിലിൽ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞാണ് അസംബ്ലി വെച്ച് ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പിരിയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയെ പോലും അഴിയണ്ടിക്കാൻ പോന്ന അഴിമതിയുടെ തെളിവുകൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട് എന്നാണോ ഞങ്ങൾ കരുതേണ്ടത്? ആരാണ്, എന്താണ്, ഏത് സാഹചര്യത്തിൽ, അതൊന്നും നോക്കാതെ ചാടി വീഴും. ഞാൻ അന്നേ പറഞ്ഞു, നിയമസഭയെ പറഞ്ഞു, നിയമസഭയ്ക്ക് പുറത്ത് പറഞ്ഞു, ഇതിന്റെ പുറകെ പോകുന്നവരെല്ലാം നാണം കെട്ട് തിരിച്ചു വരേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു. ഒരു പോക്ക് പോയി കോയമ്പത്തൂർക്ക് CD എടുക്കാൻ, അതുപോലെ തിരിച്ചുള്ള പോരിച്ച നമ്മൾ കണ്ടു. ഇപ്പോഴും എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ച് നോക്കിയാൽ ഒന്നും കിട്ടത്തില്ല.
ഒന്നും കാണാൻ സാധിക്കില്ല. അതൊക്കെ അതിനുവേണ്ടി പിന്നാലെ നടന്നവർക്കല്ലേ കൃത്യമായി പറയാൻ പറ്റൂ. ഇതിനെല്ലാം ഇടയിൽ കെ മുരളീധരന് ഏറ്റവും നല്ല നിയമസഭാ സാമാജികനുള്ള അവാർഡും ലഭിച്ചു. ഏറ്റവും അർഹനായ ഒരാൾക്ക് ഈ പുരസ്കാരം കൊടുക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പൂർണ്ണമായും അഭിമാനിക്കാം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. മികച്ച സാമാജികന് പക്ഷേ ഈ നേരത്ത് അവാർഡ് കൊടുത്തത് കോൺഗ്രസിന്റെ പോഷക സംഘടനയായ INDUCയുടെ പോഷക സംഘടനയായ KKNDUC എന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയനാണ്. എന്തായാലും അവാർഡല്ലേ കിടക്കട്ടെ. ഇപ്പോഴത്തെ അവാർഡുകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവാർഡുകൾക്ക് ഒട്ടും വിലയില്ലാത്തൊരു കാലഘട്ടമാണ്. പക്ഷെ KKNDCയുടെ ഒരു അവാർഡെന്ന് പറയുമ്പോൾ എന്നെ ആദ്യമായി പൊതുരംഗത്ത് അവതരിപ്പിച്ച ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അതിനോട് ഒരു കമ്മിറ്റ്മെൻ്റ് എനിക്ക് എന്നും ഉണ്ട്. അതിൻ്റെ കൂടെ ഭാഗമായതുകൊണ്ടാണ് ഈ അവാർഡ് സ്വീകരിക്കാൻ തയ്യാറായത്. നിയമസഭ എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു തരാൻ പറ്റിയ ആളാണ് കെ മുരളീധരൻ. നിയമസഭാ സമ്മേളനം എന്ന് പറയുമ്പോൾ ഒരു വിദ്യാലയം പോലെയാണ്. പക്ഷെ വിദ്യാലയത്തിൽ അച്ചടക്കം അവിടെ ഇല്ല. എങ്കിലും കൃത്യമായി ആരംഭിച്ച് അവസാനിക്കുന്നവരെ ഒരു നിയമസഭാ സാമാജികൻ അത് എത്ര പ്രഗത്ഭനാവട്ടെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ, തുടർച്ചയായി പങ്കെടുത്താൽ മാത്രമേ നിയമനിർമ്മാണ നടപടികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്ത് വല്ലപ്പോഴും വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്ന് നിയമസഭയിൽ ഹാജരായി. പക്ഷെ അങ്ങനെയല്ല. ഈ സമയത്ത് അത് പറഞ്ഞു തരേണ്ടതുമാണ്. കാരണം ഈ സഭ എന്താണ് എന്നറിയാത്ത പലരും അതിൽ കയറിപ്പറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്ന് അത്തരം സ്ഥാനാർത്ഥികൾ രണ്ടുണ്ട്. കൊല്ലവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്നും വാർത്ത വന്നത് നിങ്ങളാരും മറന്നിട്ടില്ല. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് ജഗദീഷിനാണ് പ്രഥമ പരിഗണന എന്ന രീതിയിൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, ഒളിച്ചു വയ്ക്കുന്നില്ല. അടുത്തയാൾ മുരളീധരന്റെ എതിർ പാർട്ടിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. എങ്കിലും മുരളീധരന്റെ പാർട്ടിക്കാരായ കോൺഗ്രസുകാർ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടത്രേ. ഇനി കുറച്ചുകൂടെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ കുറച്ച് കോൺഗ്രസ്സുകാരും ഈ സന്തോഷം ഞാനായിട്ട് പങ്കിട്ടിട്ടുണ്ട്. ഇനി അതിനെക്കാട്ടി കുറച്ച് പേര് ഞങ്ങൾ ഇത്രയും കാലം കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്, ഇപ്രാവശ്യം മുകേഷിന് വോട്ട് ചെയ്യും എന്നുള്ള ഒരു എക്സ്പ്രഷൻ വരെ ഞാൻ പല ആൾക്കാരോട് സത്യസന്ധമായിട്ട് പറയുകയാണ്. എന്തായിരിക്കാം അതിനു കാരണം? ഞാൻ കേരളത്തില് ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് കാശ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. കാശ് കൊടുക്കുക, കോടീശ്വരൻ, സെൽമി ദി ആൻസർ, ഡീൽ ഓർ നോ ഡീൽ, അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാം വർഷങ്ങളോളം പൈസ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ പൈസ കൊടുക്കുമ്പോൾ അവരെനിക്കൊരു ഷേക്ക് ഹാൻഡ് തരും. അനുഭവത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഷേക്ക് ഹാൻഡിലൂടെ അവരുടെ ഹൃദയമിടിപ്പ്, അവരുടെ ഹൃദയത്തിൽ എന്താണ് ആ വികാരം എൻ്റെ കൈകളിലേക്ക് പകരും. അപ്പൊ ആ ഒരു സന്തോഷം, അതാണ് എൻ്റെ ജോലിയിൽ ഞാൻ പല സന്ദർഭങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറണ്ട് ഫീലിംഗ് എനിക്കുണ്ടാകും. വെറുതെയല്ല ഇദ്ദേഹത്തെ ബഡായി ബംഗ്ലാവിന്റെ നടത്തിപ്പുകാരനാക്കിയത്. മുകേഷ് എങ്ങാൻ ജയിച്ചാൽ ആ പരിപാടി നിന്നു പോകുമോ എന്നാണ് പൊളിമിക്സിന്റെ ഇപ്പോഴത്തെ പേടി. അപ്പൊ ഈ ബഡായി ബംഗ്ലാവും നിർത്തരുത്, സെൽമി ദി ആൻസറും നിർത്തരുത്, MLA ആവുകയും വേണം. അങ്ങനെ ഒരു വലിയ കൺഫ്യൂഷൻ കൊല്ലത്ത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജയിക്കണം, നിയമസഭയിൽ പോകണം. ഇതിലും വലിയ ബഡായി ബംഗ്ലാവാണ് സഖാവേ നിയമസഭാ മന്ദിരം. എന്തോ ആവട്ടെ, ഈ ബഡായിക്കാർ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ. പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്.